വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്ന് പറയാൻ പറ്റൂല. ഞാനിത് വെള്ളിയാഴ്ച തൊട്ട് പാക്കിംഗ് ആണ്. ഓരോ സൈഡ് പാക്കിംഗ് അല്ല, ക്ലീനിങ് ഉണ്ട്. വീട് മൊത്തം ക്ലീൻ ചെയ്യണം, പാക്കിംഗ് ഉണ്ട്, 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പം കുറച്ച് പാക്ക് ചെയ്യാം. പിന്നെ ക്ലീനിങ് ഉണ്ട്. ക്ലീനിങ്ങൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു മാസത്തെ ലീവിന് ശേഷം, ഞാനൊരു മാസമല്ല കേട്ടോ, ചേട്ടൻ ഒരു മാസമായി. ഞാൻ ജനുവരി 13 കയറി 15 നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആഫ്റ്റർ എ ലോങ് ടൈം തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് പോവാണ്. അപ്പം പാക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെ ആയിട്ടുള്ള കുഞ്ഞല്ല, ഇത്തിരി ലോങ് ആയിരിക്കും. അപ്പം നമ്മൾ കുറേശ്ശെ പാക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും. ചേട്ടൻ പോവുകയാണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ വരികയായിട്ട് അങ്ങ് പോകും. നമ്മളങ്ങനെയല്ല. അങ്ങനെ പോകുമ്പം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം. കഴിഞ്ഞ ഫസ്റ്റ് ടൈം, ഞാൻ സെക്കൻഡ് ടൈമാണ് വീണ്ടും പോണത് കേട്ടോ. നമ്മുടെ ക്വാർട്ടർ എങ്ങനെയായി കിടക്കുകയാണെന്നൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ അയ്യോ ഈ കുറേ മാസം കൊണ്ട് താമസമില്ലല്ലോ. അപ്പം ക്വാർട്ടറിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പം അവിടെ അന്ന് ചെന്നപ്പം കൊണ്ടുപോരാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ വന്നിട്ട് വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് പാക്ക് ചെയ്യണം. പിന്നീട് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നാളെ ശനിയാഴ്ച നമ്മൾ ഞായറാഴ്ചയാണ് കേട്ടോ പോണേ. അപ്പോൾ ശനിയാഴ്ച അമ്മ വരും, അമ്മ അനിയനും വരും. അപ്പോൾ അവർ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഒരുപാട് പാക്ക് ചെയ്യും. നമ്മൾ ആകെ ഒരു ട്രോളിയും പിന്നെ നോർമൽ ചെയ്യേണ്ട ഒരു ആർമി ബാഗ് ഉണ്ട്, വലിയ ബാഗ്. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കൊള്ളുന്ന ബാഗാണ്. ഞാൻ അപ്പോൾ ഇങ്ങനെ നനഞ്ഞ കോഴീനെ പോലെ നിൽക്കുന്നത്, കുളിച്ചിട്ടൊക്കെ നിൽക്കണം, താമസിച്ചു. അപ്പം അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ക്ലീനിങ് ഉണ്ട്. ഞാൻ അപ്പം കിച്ചൺ ക്ലീനാക്കിയില്ല, ഫ്രിഡ്ജ് ക്ലീനാക്കി. പിന്നെ ഓരോ മുകളിലും താഴത്തെയും ഓരോരോ ബാത്റൂമുകൾ ക്ലീൻ ചെയ്തു. നമ്മൾ കിടക്കുന്ന റൂമിലും ഉണ്ട്. അത് ഞാൻ ശനിയാഴ്ച വൈകിട്ട് കുളിക്കുമ്പോൾ ക്ലീൻ ആക്കണം. പിന്നെ നാളെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നൈറ്റ് നമ്മൾ ഫാനിൻ്റെ മൂട്ടിലിരുന്ന് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഓരോരോ സാധനങ്ങൾ, ഡ്രസ്സ് ആദ്യം പാക്ക് ചെയ്യാം. ബാക്കിയൊക്കെ സാധനങ്ങൾ നാളെ അമ്മ അനിയനും വന്നാലേ എല്ലാ സാധനങ്ങളും കൊണ്ടുവരുള്ളൂ. അപ്പം ഓരോരോ സാധനങ്ങൾ പാക്ക് ചെയ്യാം, ഡ്രസ്സുകൾ പാക്ക് ചെയ്യാം. അപ്പം എല്ലാം പറക്കി എടുക്കട്ടെ. ഞാൻ ഇപ്പം സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ബാക്കി തുണി അലക്കാൻ വേണ്ടിയിട്ട് അടിക്കായിട്ടേക്കും. അപ്പം നാളെ നമുക്ക് അത് ശനിയാഴ്ചയിൽ കുറേ ദിവസം കൊണ്ട് ഈ പറയുന്ന പോലെ ബാങ്ക് ഓഫ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. കുറേ ദിവസം കൊണ്ട് ബാങ്ക് ഇപ്പം ക്ലോസ് ആയിട്ട് നമുക്ക് ലോക്കറിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ ലോക്കറിലൊന്ന് പോകണം. അപ്പോൾ നാളെ ഉള്ളൂ ഓപ്പണിങ് നാളെ കാണുമായിരിക്കും. ഉച്ചവരെ എന്തായാലും കാണത്തുള്ളായിരിക്കും. 2ാമത്തെ 4ാമത്തെ ശനിയല്ലല്ലോ, കാണുമായിരിക്കും. അപ്പോൾ നാളെ പോകണം, ലോക്കറിൽ പോകണം. അപ്പം അതിന് മുന്നേ രാവിലെ ഇവിടുത്തെ പാചകങ്ങളും കാര്യങ്ങളും കഴിയണം. വീട്ടിൽ ഇവിടുത്തെ പാചകങ്ങളും കാര്യങ്ങളും വാഷിംഗ് മെഷീൻ 1 മിനിറ്റ്. അപ്പം വാഷിംഗ് മെഷീൻ ഞാൻ ഓഫ് ചെയ്യാൻ പോയതാണ്. അപ്പം അത് അലക്കി അതിനകത്ത് ഡ്രയറിനകത്ത് അത് ഓൾറെഡി സെറ്റായി കിടക്കില്ല, നമ്മളെടുത്ത് നാളെ വിരിച്ചാൽ മതി. അപ്പം അത് വിരിക്കണം. അപ്പോൾ ഇന്നേ ഓരോന്ന് അത് കഴുകിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഇടുന്ന ജോലിയുള്ളൂ, അത് നമ്മൾ കൊണ്ടുപോകുന്നില്ല, അതേ ഉള്ളൂ. അപ്പം ഓരോരോ പാക്കിങ്ങാണ്. ചേട്ടൻ ഇപ്പോൾ നിലവിലില്ല, ചേട്ടൻ ഉത്സവം കാണാൻ നടക്കുക. ഇങ്ങനെ ഞാൻ ബാക്കി പാക്ക് ചെയ്യട്ടെ. അപ്പോൾ അല്ലെങ്കിൽ മാറത്തോന്നും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഇതില്ലായിരുന്നു ഞാൻ തന്നെയാണ് എൻ്റെ ഓരോ സാധനങ്ങളും മിസ്. അപ്പം ഓർത്ത് ഞാൻ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ലിസ്റ്റിനുള്ള എല്ലാ സാധനങ്ങളും എടുത്തെടുത്ത് വെക്കണം. പിന്നെ അല്ലാണ്ട് കുറേ ചില്ലറ സാധനങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് ക്ലീനിങ് ആൻഡ് പാക്കിങ്. അപ്പം നമ്മളിനി വീണ്ടും മഹാരാഷ്ട്രയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ അതാണ്. സംസാരിച്ചിരുന്ന സമയം പോകും. അപ്പോൾ നമുക്ക് പാക്കിങ്ങിലോട്ട് കിടക്കാം. ഡ്രസ്സിങ് ടേബിളാണ് കേട്ടോ, അലകുലത്തായിട്ട് കിടക്കുകയാണെങ്കിൽ ഞാനാണ് അടുക്കും, ഞാൻ തന്നെ ചീത്തയാക്കും. ഇതൊക്കെ തന്നെ നടക്കുന്നത്. നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ കാര്യങ്ങൾ, ഇത് ബേബി സാധനങ്ങളൊക്കെ കിടക്കുന്നത് നമ്മൾ വിചാരിക്കരുത്. ഇത് ഞങ്ങൾ രണ്ടുപേരും ഞാൻ ബേബി ഫോട്ടൊക്കെ യൂസ് ചെയ്തുള്ളൂ. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീം, കണ്ണാടി, അത് ഇത് ചില്ലറ സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം പാക്ക് ചെയ്ത് മേക്കപ്പ് സാധനങ്ങൾ ആദ്യം സെറ്റാക്കണം. പിന്നെ നമുക്ക് നോർമലി അല്ലാണ്ട് ബാഗിൽ നമുക്ക് കൊണ്ടുപോകണം, അതൊക്കെ സെറ്റാക്കണം. അങ്ങനെ ഇതാണ് ആർമി ബാഗ് പറയണം. പിന്നെ ട്രോളി അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ ഈ റൂം ക്ലീൻ ചെയ്ത് കേട്ടോ. ഇനിയിപ്പം തുടച്ചാൽ മതി. ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ അവരുടെ ആർമിയിലെ പെട്ടി സാധനങ്ങളാണ്. ചേട്ടനും അനിയനും 2 പേരും ആർമിയിലാണ്ട് അതിൻ്റെ സാധനങ്ങളാണ്. പിന്നെ ഈ കിടക്കണത് ഓൻ്റെ വീടിൻ്റെ പണി അടക്കം അവൻ്റെ കിച്ചണിൻ്റെ സാധനമാണ്. അപ്പോൾ നമ്മൾ തറയിട്ട് ഇതായിപ്പോവും. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടുത്തെ ഇത് ബാത്റൂമും ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്, മുകളിലേയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഹാളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ക്ലീൻ ആക്കാനുള്ളത്. ഹാളും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കണം. അങ്ങനെ ഒന്ന് ഓർഡർ പത്രം കിടപ്പുണ്ട്. പിന്നെ കിച്ചൺ ഞാൻ ഒരുവിധം ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം കാണിക്കാം. അങ്ങനെ ബാക്കിയൊക്കെ
വൃത്തിയാക്കണം നാളെ കൊണ്ട് കണ്ടോ നമ്മുടെ എല്ലാ ബുദ്ധൻ അനിയൻ്റെ. അപ്പോൾ ഇതൊക്കെ ഒതുക്കി വെച്ചേക്കാം. ഓൻ്റെ വീടിൻ്റെ പണിയുടെ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ കുറേ. അപ്പം കുറേ അലകുലത്തായിട്ട് കിടക്കുകയാണ്. ഓൻ്റെ വീടിൻ്റെ പണിയുടെ സാധനങ്ങളുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ ഉടച്ച് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. കസേരയായിട്ട് എനിക്ക് പറ്റൂല. ഇതൊക്കെ നമ്മൾ സെറ്റ് കുറേയൊക്കെ തടച്ച് വന്നുവെച്ചാൽ നമ്മൾ താമസമില്ലല്ലോ. പിന്നെ അച്ഛനും അമ്മയും നോക്കും. എങ്കിലും നമ്മൾ വൃത്തിയാക്കണമല്ലോ പോകുമ്പോൾ. പിന്നെ നമ്മൾ വാള് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ടവൽ നമ്മൾ നോക്കണ്ട, ഈ ബെഡ് നോക്കണ്ട. ഈ ബെഡൊക്കെ നമ്മൾ അനിയന് പാലച്ചന് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്, നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ വാള് സെപ്പറേറ്റ് ചെയ്യണം. എൻ്റെ കയ്യിരിക്കുന്ന ഒരു ടവൽ കിടക്കുന്നതുകൊണ്ടാണ് വാള് സെപ്പറേറ്റ്. നമ്മളിപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു വേണ്ട, അടുത്ത ലീവിനാവട്ടെ വിചാരിച്ചു. വാള് സെപ്പറേറ്റ് നമ്മൾ ടി വി വെച്ചിട്ടില്ല. അങ്ങനെ അയ്യോ, അപ്പം വീടൊന്നും കാണിച്ചില്ലല്ലോ. ഇതാണ് വീട്. ഓക്കെ, പാക്ക് ചെയ്ത് വെച്ചതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഒരു ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ആ രീതിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ അപ്പം പിന്നെ ബാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് പാക്ക് ചെയ്തു. പിന്നെ നമുക്ക് ശനിയാഴ്ചത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഞായറാഴ്ച പോയിരുന്നു. 11:30-ക്കായിരുന്നു ട്രെയിൻ. നേരെ അപ്പം ഹർക്കലയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ഉണ്ട്, നമ്മുടെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടും ഉണ്ട് ഷേൻ്റെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകുന്നതുകൊണ്ട് ജോളിയായിരുന്നു. പിന്നെ നമ്മൾ അത്രയും ദിവസം ഇരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ കമ്പനി ആവുമല്ലോ. അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ ഈ പറയുന്ന പോലെ 2 ദിവസം പോയി നമ്മൾ അറിഞ്ഞില്ല. നല്ല എന്താ കാര്യം പറഞ്ഞു, കഥകളൊക്കെ പറഞ്ഞു. ഒക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം കുറേ നാളത്തെ വിശേഷങ്ങളൊക്കെ പറയാനും എടുക്കും. നമ്മളിടയ്ക്ക് മീറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഒരു ടൈം പിടിക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു സമയം കഴിയുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അടുത്ത മാസം ആവുന്നുണ്ടായിരിക്കും, ഏപ്രിലാവുന്നുണ്ടായിരിക്കും, ഏപ്രിലും ചിലപ്പോൾ കഴിയുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണ്. പക്ഷെ കുഞ്ഞുണ്ടായിരുന്നുണ്ടായതുകൊണ്ട് നമുക്ക് കുറേ ടൈം പോയിട്ടോ. അവൻ എല്ലാവരോടും പോയി സംസാരിക്കും, പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും. നല്ല രസമായിരുന്നു. പിന്നെ ഒരുപാട് പേര് എക്സാം എഴുതാൻ പോകുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ജർമ്മൻ ഭാഷയുടെ എക്സാമിന് പോകുന്നവരുണ്ടായിരുന്നു കുറേ പേര്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ട്രെയിൻ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച രാത്രി 9:30-ക്ക് എത്തേണ്ടതാണ്. പക്ഷേ 11 മണിയോളം ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഉബർ എടുത്തിട്ടാണ് നേരെ നമ്മൾ ക്വാർട്ടേഴ്സിൽ പോയിരുന്നത്. പിന്നെ ക്വാർട്ടേഴ്സ് ചെന്നിട്ട് എടുക്കാനോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ കുറേ ഞാൻ ട്രെയിൻ ജേർണിയുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കേണ്ട, ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ പെട്ടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്തോ എനിക്കറിയില്ല. അവിടെ ചെന്നിട്ട് ഇനി എന്തായിരിക്കും, കാരണം ഒരുപാട് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.